ഫുട്ബോൾ മൈതാനം എപ്പോഴും അത്ഭുതങ്ങളുടെ കളിക്കളമാണ്. അവിടെ ജയപരാജയങ്ങൾ പ്രവചനങ്ങൾക്കതീതമാണ്. ബിഗ് ബജറ്റിൽ വമ്പൻ ക്ലബ്ബുകളും രാജ്യങ്ങളും വാഴുന്ന ഫുട്ബോൾ മണ്ണിൽ ചിലപ്പോഴൊക്കെ കഥ ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള പോരാട്ടമായി മാറും. അത്തരമൊരു പോരാട്ടത്തിനാണ് തിങ്കളാഴ്ച അറ്റ്ലാന്റയിലെ ലോകകപ്പ് വേദി സാക്ഷ്യം വഹിച്ചത്. ഇത്തവണത്തെ ലോക കിരീടം ലക്ഷ്യമിട്ടെത്തിയ മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനിനോട് ഏറ്റുമുട്ടിയത് ഫുട്ബോൾ ലോകകപ്പ് കളിക്കാൻ ആദ്യമായി യോഗ്യത നേടിയ 5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ലോകഭൂപടത്തിലെ ഒരു കൊച്ചു ദ്വീപരാഷ്ട്രം കേപ്പ് വെർഡി. ലോക ചാമ്പ്യന്മാർക്ക് അവർ എതിരാളികളെ ആയിരുന്നില്ല. എന്നാൽ സ്പാനിഷ് പടയുടെ സർവ്വ ആയുധങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരാൾ ആ ഗോൾ പോസ്റ്റിന് മുന്നിൽ കോട്ട കെട്ടിനിന്നു. ഒറ്റ രാത്രി കൊണ്ട് ലോക ഫുട്ബോളിലേക്ക് മറ്റൊരത്ഭുതം കൂടി പിറന്നു. ഒരു റബ്ബർ പന്ത് കണക്കെ തലങ്ങും വിലങ്ങും കുതിച്ചുയർന്ന് ഗോൾ വലയ്ക്ക് മുന്നിൽ പ്രതിരോധം തീർക്കാൻ തക്ക മാന്ത്രികതയുള്ള ഒരാൾ, സോസിമർ ഡിയഷ് എന്ന വൊസീഞ്ഞ. തിങ്കളാഴ്ച രാവിലെ ഉറക്കമുണരുമ്പോൾ വൊസീഞ്ഞയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായിരുന്നത് വെറും 46,000 ഫോളോവേഴ്സ് മാത്രമായിരുന്നു. എന്നാൽ സ്പെയിനെതിരെയുള്ള മത്സരം നടക്കെ തന്നെ ലോകം അയാളുടെ പേര് സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞു. മിനിറ്റുകൾക്കുള്ളിൽ അയാളെ പിന്തുടർന്ന ലക്ഷങ്ങളെത്തി. മണിക്കൂറുകൾക്കുള്ളിൽ ഇൻസ്റ്റഗ്രാമിൽ 5 മില്യൺ ഫോളോവേഴ്സ്. ലോക ഫുട്ബോളിൽ ഒരിക്കലെങ്കിലും കളിക്കാൻ ആഗ്രഹിച്ച സാധാരണക്കാരനായ ആ ഗോൾ കീപ്പർ ഒറ്റ രാത്രി കൊണ്ട് ആഗോള ഫുട്ബോളിലെ സൂപ്പർ താരമായി മാറി. സ്പെയിൻ എത്രത്തോളം ആധിപത്യം പുലർത്തിയെന്ന് മത്സരത്തിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാം. കളിയിലുടനീളം 74% സമയവും പന്ത് സ്പെയിന്റെ കയ്യിലായിരുന്നു. അവർ 92% കൃത്യതയോടെ പാസുകൾ കൈമാറി. സ്പാനിഷ് താരങ്ങൾ കേപ്പ് വെർഡിയുടെ പോസ്റ്റിന് നേരെ തൊടുത്തത് 27 ഷോട്ടുകളാണ്. എന്നാൽ ഈ ഷോട്ടുകൾക്കൊന്നും വൊസീഞ്ഞയുടെ പ്രതിരോധ കോട്ട തകർക്കാനായില്ല. 7 മാരകമായ സേവുകളോടെ അയാൾ സ്പെയിനിനെ വിറപ്പിച്ചു. ഇരു ടീമുകളും ഗോളുകളൊന്നും നേടാനാകാതെ മത്സരം അവസാനിപ്പിച്ചപ്പോൾ വൊസീഞ്ഞ ആ മൈതാനത്ത് വിതുമ്പിക്കരഞ്ഞു. അത് കേവലം ഒരു സമനിലയ്ക്കുള്ള സന്തോഷം മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു 40-കാരന്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കണ്ണീരായിരുന്നു. ആരാണ് വൊസീഞ്ഞ? കേപ്പ് വെർഡിയിലെ സാവോ വിസെന്റ് ദ്വീപിലുള്ള മിൻറ്റോല എന്ന ചെറിയ നഗരത്തിലാണ് വൊസീഞ്ഞ ജനിച്ചത്. റയൽ മാഡ്രിഡിന്റെ അർജന്റീന സ്ട്രൈക്കർ ജോർജ് വൽഡാനോയുടെ പേര് മകന് നൽകാനായിരുന്നു അച്ഛന്റെ ആഗ്രഹം. എന്നാൽ ചില ഔദ്യോഗിക കാരണങ്ങളാൽ അധികൃതർ അതിന് അനുമതി നൽകിയില്ല. പിന്നീട് അദ്ദേഹം വൊസീഞ്ഞ എന്ന പേരിൽ അറിയപ്പെട്ടു. പോർച്ചുഗീസ് ഭാഷയിൽ ഇതിന്റെ അർത്ഥം ചെറിയ ശബ്ദം എന്നാണ്. എന്നാൽ ഇന്ന് ആ ശബ്ദം ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ഉച്ചത്തിലുള്ള ഒന്നായി മാറിക്കഴിഞ്ഞു. ഒരു സ്ട്രൈക്കറാകാൻ ആഗ്രഹിച്ച വൊസീഞ്ഞ ഒടുവിലെത്തിപ്പെട്ടത് ഗോൾ വലയ്ക്ക് മുന്നിലാണ്. 2012 തന്റെ 25-ാം വയസ്സിലാണ് വൊസീഞ്ഞ ഒരു പ്രൊഫഷണൽ ക്ലബ്ബിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. വലിയ പ്രശസ്തിയോ പണമോ ഒന്നും അദ്ദേഹത്തെ തേടിയെത്തിയില്ല. കേപ്പ് വെർഡിയിലെ കളിക്ക് ശേഷം അദ്ദേഹം അങ്കോള, മാൾഡോവ, പോർച്ചുഗൽ, സൈപ്രസ്, സ്ലൊവാക്കിയ തുടങ്ങിയ രാജ്യങ്ങളിലെ 2ാം നിര 3ാം നിര ക്ലബ്ബുകൾക്ക് വേണ്ടി ഗ്ലൗസ് അണിഞ്ഞു. കരിയറിൽ ആകെ നേടിയത് ഒരേയൊരു ട്രോഫി മാത്രമാണ്. ട്രാൻസ്ഫർ മാർക്കറ്റിലെ അദ്ദേഹത്തിന്റെ മൂല്യം വെറും 50,000 യൂറോ, അതായത് ഏകദേശം 54 ലക്ഷം രൂപ മാത്രമാണ്. സ്പെയിൻ താരങ്ങളുടെ കോടികളുടെ മൂല്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഒന്നുമല്ല. എന്നാൽ പണമല്ല, കളിമണ്ണിലെ കഠിനാധ്വാനമാണ് ഹീറോകളെ സൃഷ്ടിക്കുന്നത് എന്ന് വൊസീഞ്ഞ തെളിയിച്ചു. കേപ്പ് വെർഡിയുടെ അടുത്ത മത്സരം ഞായറാഴ്ച മിയാമിയിൽ വെച്ച് കരുത്തരായ ഉറുഗ്വേക്കെതിരെയാണ്. സ്പെയിനെതിരെ നേടിയ ഈ സമനില കേപ്പ് വെർഡിക്ക് ഒരു വിജയത്തിന് തുല്യമാണ്. ഈ ലോകകപ്പിൽ അവരിനി എവിടെ വരെ പോകുമെന്നത് പ്രവചനാതീതമാണ്. എന്നാൽ ഒന്നുറപ്പാണ്, അറ്റ്ലാന്റയിലെ ആ തിങ്കളാഴ്ച വൊസീഞ്ഞ എന്ന 40-കാരൻ എഴുതി ചേർത്തത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ അതിജീവനത്തിന്റെ കഥയാണ്. കഠിനാധ്വാനവും സ്വപ്നങ്ങളുമുണ്ടെങ്കിൽ പ്രായവും പ്രതിസന്ധികളും വഴിമാറുമെന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് ഈ ചെറിയ ശബ്ദം.